നമസ്കാരം. യമനിലെ ഹോദൈദ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം. ടെൽ അവീവിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപം ഹൂതികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ തുറമുഖം ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടായത്. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിന്റെ 75 മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത്. മിസൈൽ പതിച്ച സ്ഥലത്ത് 25 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടിരുന്നു. മിസൈലിനെ തകർക്കാൻ ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആരോ പ്രതിരോധ സംവിധാനവും US നിർമ്മിത ദാഡ് സംവിധാനവും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 8 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരത്തെ മിസൈൽ തകർക്കുന്ന പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതാണ് ഇസ്രായേലിന് തിരിച്ചടിയായത്. ഇതിൽ ഇസ്രായേൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നാലെ വിമാനത്താവളം മണിക്കൂറുകളോളം അടച്ചു. പരാജയത്തെപ്പറ്റി അന്വേഷണം തുടങ്ങിയെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. മിസൈൽ പതിച്ചത് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടയാനായിരുന്നില്ല. ഹൂതികൾക്ക് 7 ഇരട്ടി മടങ്ങിൽ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ടെൽ അവീവ് വിമാനത്താവളത്തിന് സമീപം പതിക്കുകയായിരുന്നു. ഇസ്രായേലിൽ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ബെൻ ഗുറിയോൺ. മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യ സാരി ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അതേസമയം ഗസ പിടിച്ചെടുക്കാനും ആക്രമണം വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഗസയിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് സമ്മർദ്ദം ചെലുത്താനെന്ന വ്യാജേനയാണ് പുതിയ തീരുമാനം. ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ബലം വർദ്ധിപ്പിക്കാനായി സേനയിലെ റിസർവ് സൈനികരുടെ എണ്ണവും ഇസ്രായേൽ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇസ്രായേലിനെതിരെ ഹൂതികൾ നടത്തുന്ന 4ാമത്തെ മിസൈൽ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം 7 ഇരട്ടി മടങ്ങിൽ തിരിച്ചടി നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയുമായും ഉന്നത സൈനിക മേധാവികളുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. തുടർന്ന് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. ഗസ വിഷയത്തിലാണ് യോഗം വിളിച്ചിരുന്നതെങ്കിലും ഹൂതി ആക്രമണം ഉണ്ടായ സാഹചര്യത്തിലും ഇത് പ്രധാന അജണ്ടയായി. യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിമാനത്താവളം 1 മണിക്കൂറോളം അടച്ചിട്ടിരുന്നു. അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ, സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചിരുന്നെങ്കിലും 1 മണിക്കൂറിന് ശേഷം പുനരാരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരെ മധ്യ ഇസ്രായേലിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വിജയം കണ്ടതായി ഹൂതി വക്താവ് യഹ്യ സാരി അവകാശപ്പെട്ടിരുന്നു. സുരക്ഷിതമല്ലാത്ത ഇസ്രായേൽ വിമാനത്താവളം ഒഴിവാക്കണമെന്ന് ആഗോള എയർലൈനുകളോട് യഹ്യ സാരി ആവശ്യപ്പെട്ടിരുന്നു. അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഗസയിൽ ഇസ്രായേലിന്റെ വംശഹത്യ കുറ്റകൃത്യത്തെ ചെറുക്കുന്നതിനുമായാണ് ആക്രമണം നടത്തിയതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റുകളും എയർ ഇന്ത്യ 2 ദിവസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്കുള്ള ഫ്ലൈറ്റ് അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. എയർ ഇന്ത്യ വിമാനം AI-139 ടെൽ അവീവിൽ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ആക്രമണം നടന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിടാൻ തീരുമാനിച്ച സമയം വിമാനം ജോർദാനിയൻ വ്യോമാതിർത്തിയിലായിരുന്നു. സാധുവായ ടിക്കറ്റുകൾക്ക് ഇളവ് നൽകുകയോ മറ്റൊരു ദിവസം യാത്ര ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുമെന്നായിരുന്നു എയർ ഇന്ത്യ ഇതിൽ വിശദീകരണം നൽകിയത്.